ഗർഭിണിയാണെന്ന് സംശയമുണ്ടോ? ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ആദ്യത്തെ ഗർഭത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായിരിക്കില്ല അടുത്ത ഗർഭത്തിൽ ഉണ്ടാകുന്നത്. അപ്പം സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. പ്രഗ്നൻസി അറിയാനുള്ള ഏറ്റവും ലളിതമായ ആദ്യ മാർഗം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടുന്ന പ്രഗ്നൻസി കിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ലളിതമായി നമുക്കറിയാം താങ്കൾ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത്. ഇനി ലക്ഷണങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ മെൻസുറൽ ക്രാമ്പ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്രാമ്പ് ആണ് ആദ്യമേ കാണിക്കുക. അടിവയറ്റിലുണ്ടാകുന്ന വേദന, പെയിൻ, ഇതിന്റെ ഒരു ഒന്നാമത്തെ ലക്ഷണമായി തന്നെ പറയാം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്പോട്ടിംഗ് ആണ്. ബ്ലീഡിംഗ് ടൈമിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് പോലെ തന്നെ ഇവിടെയും വളരെ മൈൽഡർ ആയിട്ടുള്ള ഷോർട്ടർ ടൈമിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ട്. ഈ ബ്ലീഡിങ്ങിനെയാണ് സ്പോട്ടിംഗ് എന്ന് പറയുക. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നതാണ് ക്ഷീണം. അകാരണമായ ക്ഷീണം അനുഭവപ്പെടുക, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല രീതിയിൽ ഉറങ്ങാൻ തോന്നുക, എണീക്കാൻ തോന്നാതിരിക്കുക, കിടക്കുക, വല്ലാത്ത ഒരു ടയർഡ്നെസ് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ടയർഡ്നെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സംശയിക്കാം അത് പ്രഗ്നൻസിയുടെ കാരണമായേക്കാം. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മാറിടങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ബ്രസ്റ്റിന്റെ ഒരു ഷോർട്ടർ എൻലാർജ്മെന്റ് ഉണ്ടാവാം, അവിടെ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഉണ്ടാവാം, തരിതരിപ്പ് ഉണ്ടാവുക. അപ്പൊ ഈ തരിതരിപ്പ് ഉണ്ടാവുന്ന ആളുകളിൽ ബ്രാ ഇടാൻ പോലും സാധിക്കാത്ത വണ്ണം തരിതരിപ്പ് ഉണ്ടാവുന്ന കേസുകളുണ്ട്. അപ്പം ഈ ടിംഗ്ലിംഗ് സെൻസേഷൻസും പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. അതൊരു ഇച്ചിങ് കണ്ടീഷൻ അല്ല, ശരിക്കും അതൊരു രോഗാവസ്ഥയല്ല. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ അല്ലയോ എന്നുള്ളത്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നോസിയ, വോമിറ്റിംഗ്, അകാരണമായ ഛർദിയും വിമ്മിഷ്ടവും ഒക്കെ തോന്നുക. അപ്പം ഇത് പൊതുവെ എല്ലാവരിലും തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ നോസിയയും വോമിറ്റിംഗ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭർത്താവിന്റെ സ്മെല്ല് അടുത്ത് വരുന്നത് എനിക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അൺകൺട്രോൾഡ് ആവുന്നു, ദേഷ്യം വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ സംശയിക്കാം ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. ഇതൊന്നുമല്ലാതെ മറ്റുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുക. ഇങ്ങനെയെല്ലാം വരുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളിൽ പെടുന്നവയാണ്. അടുത്തൊരു കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം എന്നാണ് പറയുക. അപ്പം ഈ മലബന്ധവും ഒരുപാട് ആളുകളിൽ കോമൺ ആയി കാണിക്കുന്ന ഒരു സിംറ്റമാണ്. ഗർഭിണിയാവുന്നതിന്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോരുത്തരിലും അവരവരുടെ ഗർഭകാലത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഓരോ തരത്തിലായിരിക്കും. അപ്പം ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഈ ലക്ഷണങ്ങളിൽ പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.